അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ. അപ്പോൾ ഇതാ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അല്ലേ. ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ കള്ളെന്നു നിങ്ങൾ തന്നെ പറയേണ്ടി വരും. അത് പറയുന്നില്ല. പോയിട്ടുണ്ടെങ്കിലും അല്ലേ നമ്മളെ മാടി വിളിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇത് തുടക്കം മുതലേ ഞാനിവിടെ ഗ്ലോബൽ തന്നെയുണ്ട്. പക്ഷേ എന്നാലും എത്ര കണ്ടാലും എത്ര വന്നാലും ഒരു മടി ആവില്ല. ഓരോ പവലിയൻസും കയറി ഇറങ്ങി അവിടുത്തെ ഓരോ രാജ്യത്തിൻ്റെ ഓരോ കൾച്ചർ ഉണ്ടല്ലോ, ആ ഒരു ഇതൊക്കെ കാണാനും അവിടുത്തെ ആ ഒരു കണ്ട് രസിച്ച് ഇങ്ങനെ നടക്കാൻ, അതിൻ്റെ ഇടയിൽ തിന്നുക കുടിക്കുക, ഫുൾ എൻജോയ്മെൻറ്റാണ്. അപ്പോൾ ഇന്നത്തെ കൂട്ടുക നമ്മുടെ ഡോക്ടർ സെറീനയാണ്. പിന്നെ നമ്മുടെ ഗ്യാങ് ബാക്കിൽ വരുന്നുണ്ട്. നൗഫലുണ്ട്, ബാവ ഉണ്ട്, പിന്നെ പുക്കോയ ഷെജില അവരുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകട്ടെ. ലക്ഷദ്വീപിയൻസാണ്. അപ്പോൾ അറിയാമല്ലോ, ലക്ഷദ്വീപുകാർ ഒന്നിച്ച് കൂടുമ്പോൾ വേറൊരു വൈബ് തന്നെയാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഗ്ലോബൽ വില്ലേജിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യാട്ടാ. എല്ലാവരും പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇന്നെന്തോ ബാക്കോട്ട് അടിക്കുന്നുണ്ട്. നമ്മുടെ ഗ്യാങ്ങിനെ കാണണ്ടേ. ഹായ് പറയാന്നേ, ഹായ് പറ ബാവാ. നൗഫൽ ഭയങ്കര മീറ്റിങ്ങിലാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗ്ലോബൽ വില്ലേജ് പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് നടക്കാനുണ്ട്. പാർക്ക് ചെയ്തിട്ട് പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അധികം ഇല്ല, എന്നാലും പിന്നെ റിക്ഷ ഉണ്ട്. അപ്പോൾ പിന്നെ റിക്ഷ കയറിയിട്ട് ഗേറ്റിൻ്റെ അവിടെ വരെ കൊണ്ടുപോയി ഇറക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് 5 ദിർഹംസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റിക്ഷ കയറാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് റിക്ഷ കയറി. അവരങ്ങ് നടന്നു വന്നു കേട്ടോ. നടക്കാനുള്ളതേ ഉള്ളൂ, എപ്പോഴും പോയാൽ നടക്കുന്നതാണ്. അങ്ങനെ റിക്ഷ ഒന്നും കയറാറില്ല. പക്ഷെ അന്നൊരു വെറൈറ്റിക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ആ ടിക്കറ്റ് എടുക്കുന്ന അതിൻ്റെ അവിടെ തന്നെ കൊണ്ടുപോയി അവർ ഇറക്കിത്തരും. വേണ്ട, അപ്പോൾ ദൂരെ നിന്ന് കാണാനിങ്ങനെ ആ ഗേറ്റ് ഉണ്ടല്ലോ, നല്ല അടിപൊളി നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ആ ഗേറ്റ് ഇങ്ങനെ കളർ മാറി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, നല്ല രസമുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഗ്ലോബൽ വില്ലേജിന്റെ അകത്തിലെ ഓരോ കാഴ്ചകളും നിങ്ങൾ എൻജോയ് ചെയ്യുമല്ലോ. ഞങ്ങൾക്കൊപ്പം നിങ്ങളും കൂടിയിട്ട് പോരുട്ടാ. അപ്പൊ അടിച്ചു പൊളിച്ച ഒരു ദിവസമായിരുന്നു ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകള്. പക്ഷെ അവിടെ പോയാൽ എത്ര കണ്ടാലും നമുക്കത് ആസ്വദിക്കാൻ പറ്റും. കാരണം ഓരോരോ രാജ്യങ്ങൾക്കും ഓരോരോ വെറൈറ്റി ഓരോരോ കൾച്ചറും അവരുടെ ഓരോ ഇതെല്ലാം കാണുമ്പോൾ എല്ലാം അങ്ങനെ കണ്ട് അങ്ങനെ നടക്കാൻ നമുക്ക് സമയം പോകുന്നേ അറിയില്ല. അത്രയും സ്ഥലങ്ങളുണ്ട്, തീരില്ല. ഒറ്റ ദിവസം കൊണ്ടൊന്നും കണ്ട് നടന്ന് ഫുള്ളായിട്ട് തീരില്ല. പകുതി പൗലിയനും എപ്പോൾ പോയാലും കുറെ നടന്ന് കുഴഞ്ഞ് വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ തിരിച്ചു വരലാണ് പതിവ്. കാരണം ഒറ്റ ദിവസം കൊണ്ടൊന്നും എല്ലാ പവലിയനും കയറാൻ, എല്ലാ രാജ്യങ്ങളുടേതും പവലിയൻസും ഒന്നും കയറി കണ്ട് നമുക്ക് തീർത്തിട്ട് വരാൻ പറ്റില്ല. എന്നാലും മാക്സിമം കവർ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അങ്ങ് പോയതാണ്. പിന്നെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് ഇപ്പോൾ ഭയങ്കര റേറ്റ് ഒക്കെ ആയി. ഇപ്പോൾ സൺഡേ മാത്രം 25 ദിർഹംസ്, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം 30 ദിർഹംസ് ഉണ്ട് ഒരാൾക്ക്. അങ്ങനെ പിന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ ഞങ്ങള് അകത്ത് കയറാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഗേറ്റ് കണ്ട, ഗേറ്റിന്റെ ഭംഗി ഞാൻ കഴിഞ്ഞ വർഷത്തെ ഗ്ലോബൽ വില്ലേജിന്റെ ഇതൊക്കെ ഇട്ടിരുന്നു. അപ്പൊ ഇതാ ടിക്കറ്റ് എടുത്തിട്ട് ഇനിയിപ്പോ അവിടെ പോയിട്ട് പഞ്ച് ചെയ്തിട്ട് നമുക്ക് അകത്ത് കയറണം. അപ്പൊ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ചെക്കിംഗ് ബാഗ് നമ്മുടെ ഹാൻഡ് ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ഒരു സൈഡിലൂടെ ചെക്കിംഗ് ബാഗിന്റെ സൈഡിലൂടെ കയറാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഡയറക്റ്റ് പഞ്ച് ചെയ്തിട്ട് അകത്ത് കയറാം. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബാഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറം കയറി. ഇവരൊക്കെ ഡയറക്റ്റ് ആ ഒരു ക്യൂവിൽ തന്നെ വന്നിട്ട് കയറിയിട്ടാ. വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് മറ്റേ ആ റൂമിലോട്ട് കയറിയിട്ട് ബാഗ് ചെക്കിങ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇപ്പുറം ഇറങ്ങിയത്.
ഇവരിതാ ചെക്കിൻ ചെയ്തിട്ട് അങ്ങോട്ട് കയറി. പിന്നെ കയറുന്ന സ്ഥലത്ത് തന്നെ തായ്ലാൻഡ് മസാജിന്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ കയറിയിട്ട് അവിടുത്തെ ആ ഒരു മസാജിങ്ങിന്റെ ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് നോക്കിയും പിടിച്ചും ഇതാക്കാൻ, തായ്ലാൻഡിലൊക്കെ ഈ മസാജിങ് ആണല്ലോ കംപ്ലീറ്റ് അധികവും ഉണ്ടാകാന്. അപ്പൊ അങ്ങനെ പിന്നെ അവിടെ കയറി ഓരോന്നോരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ മസാജിങ്ങിനും അവിടെ പല നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ട്രീറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങനെ പവലിയൻസിന്റെ ഓരോ പവലിയനും കയറാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടക്കുന്നുണ്ട്. എപ്പോ പോയാലും ഈ തിരക്കുണ്ടാവും കേട്ടാ. അത് രാത്രി അടക്കുന്നവരെ 12 മണിക്ക് അടക്കുന്നവരെ ഈ തിരക്ക് എല്ലാ പവലിയൻസിലും ഉണ്ടാവും. പിന്നെ ഓരോരോ രാജ്യങ്ങളുടെ ഫുഡ്, ഐസ്ക്രീം, ഓരോ വെറൈറ്റി സ്റ്റാളുകൾ, ഫുഡിന്റെ കൗണ്ടറൊക്കെ ഒരുപാടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ ഏത് നമ്മൾ വിചാരിക്കും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് മറ്റേതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പറ്റില്ല. എന്നാലും നമുക്ക് തോന്നും ടേസ്റ്റ് ചെയ്താലോ എന്ന്. അങ്ങനെ അത്രയും വെറൈറ്റി സ്റ്റാളുകളുണ്ട് കേട്ടോ ഫുഡിന്റെ ഒക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ കയറി ഓരോന്നോരോന്ന് കണ്ടു നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാം നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പൊ എല്ലാരും ഉണ്ട്. ഞങ്ങൾ 3 ഒരു ഭാഗത്തായി പോയി. അവര് പൂക്കയും നൗഫലും ബാവയും വേറൊരു ഭാഗത്തായി ആയിപ്പോയി നടന്നിട്ട്. കാരണം നമ്മൾ ഈ തിരക്കിന്റെ ഇടയിൽ ഒന്നിച്ച് നടക്കാന്ന് പറഞ്ഞാൽ സാധിക്കില്ല. കാരണം നമ്മൾ ഓരോന്ന് നോക്കിയും എടുത്തും അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് അവര് വേറൊരു പവലിൽ കയറിയിട്ട് അങ്ങോട്ട് ഓരോന്നോരോന്ന് കയറി ഇറങ്ങി പോക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് UAE പവലിയനാണ് കേട്ടോ. UAE പവലിയനിൽ ഒരുപാട് വെറൈറ്റികൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പർദ്ദ ഷോപ്പിൽ കയറിയപ്പോൾ പിന്നെ പർദ്ദ ഒന്ന് നോക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ഇട്ട് നോക്കുന്നതാണ്. അങ്ങനെ നല്ല വെറൈറ്റി പർദ്ദകളൊക്കെ ഉണ്ട്. അത്ര വലിയ പ്രൈസും അങ്ങനെ വലിയ നമുക്ക് താങ്ങാൻ പറ്റാത്ത പ്രൈസ് ഒന്നുമല്ല. ഇവിടത്തെ മാർക്കറ്റിലുള്ള ആ ഒരു പ്രൈസൊക്കെ തന്നെയാണ് അവിടെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടാ. പർദ്ദകളുടെ ഒരു മായാ ലോകം തന്നെ അവിടെ ഉണ്ട്. എല്ലാ പവലിയനിലും ഈ പർദ്ദകൾക്ക് ഒരു സെക്ഷൻ തന്നെയുണ്ട്. കാരണം ഇപ്പൊ എല്ലാം വെറൈറ്റി പർദ്ദകളാണല്ലോ, എല്ലാം മോഡേൺ ആയിട്ടുള്ള പർദ്ദകളാണല്ലോ വരുന്നത്. അപ്പൊ എല്ലായിടത്തും പർദ്ദ സ്റ്റാളുകൾ ഒരുപാട്, എല്ലാ പവലിയനിലും പർദ്ദകൾക്കൊരു വെറൈറ്റി തന്നെയുണ്ട്. പിന്നെ ഞങ്ങൾ ആ പർദ്ദമൊക്കെ നോക്കിയിട്ട് പിന്നെ നേരെ ഇറങ്ങി UAE പവലിൽ തന്നെ അവിടെ ഒമാനി ഹൽവ ഉണ്ടാക്കി. അവർ തന്നെ ആ സമയത്ത് അവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന്റെ ടേസ്റ്റും കൂടി നോക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അതിന്റെ ഞാൻ ഷോർട്ടൊക്കെ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ വ്ളോഗ്. അപ്പോൾ പിന്നെ അങ്ങനെ ഇതാ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി കഴിഞ്ഞാൽ പിന്നെ വേറൊരു വൈബാണ് കേട്ടാ. അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. ഒന്നും കൂടി ഓക്കെ. മാറ്റി ഹജില ക്യാമറ എടുത്ത് കാവയും നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പൊ കാവ സ്വത്തും കൂടിയപ്പോ ഭയങ്കര
ഞങ്ങളെല്ലാം എങ്ങനെയുണ്ട് ചേച്ചില അടിപൊളിയേ. ഒമാനി ഹൽവന്റെ കൗണ്ടറിൽ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടാ. അപ്പം ഓരോ പാത്രത്തിനും ഓരോ റേറ്റ് അവർ പറഞ്ഞു തരുന്നുണ്ട്. 10, 5, 10, 15, 20 ഒക്കെ അങ്ങനെ അവർ പാക്കാക്കിയിട്ട് അവർ നമുക്ക് തരും. അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു, എല്ലാവരും വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് ഓരോന്ന് നടന്നിട്ട് ഇതാ പുറത്തിറങ്ങി. പിന്നെ ഇനിയിപ്പോൾ അടുത്ത സ്റ്റാളിലേക്ക് അങ്ങനെ ഓരോന്ന് ഇറങ്ങി ഓരോരോ സ്റ്റാളിലോട്ട് അങ്ങനെ മാറി മാറി കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ DSFന്റെ സമയത്ത് ആര് വന്നാലും വിസിറ്റിംഗ് വന്നാലും അവിടെ ഗ്ലോബൽ വില്ലേജ് പോകാതെ അങ്ങനെ ആരും പോകാറില്ല. കാരണം ഇവിടെ ഉള്ളവർക്കും അതൊരു രസമാണ് കേട്ടോ പോകാൻ. ഇതിവിടെ കണ്ട ലൈവായിട്ട് തന്നെ അറബിക്ക് സ്വീറ്റ് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറേ പെണ്ണുങ്ങൾ കൂടിയിരുന്നിട്ട് അവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് അതും ഇതുപോലെ നമുക്ക് ഇങ്ങനെ വാങ്ങി കഴിച്ച് കൊണ്ട് നടക്കാനും ഭയങ്കര രസമാണ്. അവർ ഈ ഡേറ്റ് സിറപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉണ്ണിയപ്പം പോലെയാണ്, പക്ഷെ അതിൽ നമ്മൾ ഉണ്ണിയപ്പത്തിൽ മധുരം ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇവർ മധുരം ഇടില്ല. അതിൻ്റെ മുകളിൽ ഡേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടാണ് നമുക്ക് ടൂത്ത് പിക്സും കൂട്ടിയിട്ടാണ് ഇത് ഓരോന്ന് തരുന്നത്. അതുപോലെ റിഗാഗ് തന്നെ അത് ഒരു നമ്മ ദോശ പരത്തിയ പോലെ കൈകൊണ്ട് തന്നെ പരത്തിയിട്ട് അതിൻ്റെ മേലെ ബട്ടറും മുട്ടയും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ടോസ്റ്റ് ചെയ്തിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് അവർ തരാൻ. അതിലെൻ്റെ മുകളിൽ ചിപ്സൊക്കെ ഇട്ടിട്ട് എരിവൊക്കെ വേണമെങ്കിൽ ഒരു എരിവും ഒക്കെ ഇട്ടിട്ട് അവരങ്ങനെ നല്ല രസത്തിൽ തരും. നല്ല ടേസ്റ്റിയാണ് ഫുഡ്. അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കഴിച്ചോണ്ട് വാങ്ങി കഴിച്ചിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ കേറിയ സമയത്ത് കഴിക്കാൻ തുടങ്ങിയത് ഓരോന്നോരോന്ന്. നമ്മൾ ഡേറ്റ് എന്ന് പറഞ്ഞ് നടന്നാലും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് അന്ന് നമ്മൾ ഡേറ്റ് ഒക്കെ അങ്ങനെ മാറി മറിയും. കാരണം എന്തെങ്കിലും വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നോക്കി പോകും. അങ്ങനെയാണ്. പിന്നെ നേരെ പോയിട്ട് പിന്നെ ഇതാ അവിടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ അവിടെയും നല്ല തിരക്ക് തന്നെയാണ്. കാണുന്നില്ല നിങ്ങൾക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളും വലിയവരും എല്ലാവരും ഉണ്ട്. പ്രായമുള്ള വീൽ ചെയറിൽ ഇരിക്കുന്ന ഉമ്മമാർ വരെ അവിടെ അവർ പേരൻസിനെ കൊണ്ടുവന്നിട്ട് അവർ എൻജോയ്മെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. കാരണം അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ദ്വീപിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും ആരും പുറത്തൊന്നും കൊണ്ടുപോകില്ല. പ്രായമുള്ളവരൊക്കെ ഇനി പ്രായമായല്ലോ വീട്ടിലിരിക്കുന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവർക്ക്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ എല്ലാവരും വീൽ ചെയറിലിരുത്തിയാലും അവരുടെ ആ ഒരു പേരൻസിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും കെയർ ചെയ്യുന്നതും ഒക്കെ എടുക്കുന്ന കാണുമ്പോൾ നമുക്ക് എങ്ങനെ നോക്കി നോക്കും. കാരണം ഒരു വല്ലാത്തൊരു ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടമാണ്. അപ്പോ അതൊരു ആ ഒരു വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്ക് പ്രായമുള്ളവർക്ക് അതൊരു ഒരു സന്തോഷം കൂടിയാണല്ലോ. ഔട്ടിങ്ങിന് മക്കളൊക്കെ കൂടി കൊണ്ടുപോകുക, പേരമക്കളൊക്കെ ആയിട്ട് പോവുക, അങ്ങനെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് ഏതുമാർക്കും ഏത് വീട്ടിലിരിക്കുന്ന പ്രായമുള്ളവർക്കും സുഖമില്ലാത്തവരെ വീട്ടിലിരുത്തിയിട്ട് പോകാതെ അവർ കൂട്ടി പോവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു ഭാഗ്യം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെ നടന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ അവർ വേറെ വഴിക്ക് പോയിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടാ. അപ്പോൾ ഓരോന്ന് നിങ്ങളെ കാഴ്ചയിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്നാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് അതിന് എത്രത്തോളം ആസ്വാദനം കിട്ടി എന്നുള്ളത്. അതുപോലെ ഇതുപോലെയുള്ള എൻ്റെ ദുബായിലെ ഓരോ ചെറിയ യാത്രയും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നാട്ടിലെത്തിയാൽ ഞാൻ നാട്ടിലത്തെ വീഡിയോയും ഷെയർ ചെയ്യുന്നുണ്ട്. ദ്വീപിലെത്തുമ്പോൾ ദ്വീപിലത്തെ വീഡിയോയും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് ഞാൻ ആസ്വദിക്കുന്ന പോലെ നിങ്ങൾക്കും ആ ഒരു ആസ്വാദനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടാ, മിസ് ചെയ്യരുത്. അങ്ങനെ രാത്രി ആ ഒരു വ്യൂ ആണ് ഞാൻ എപ്പോഴും പറയാറില്ലേ, ദുബായിലത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ രാത്രിയിലെ വ്യൂ ആണ് ഏറ്റവും ആ ലൈറ്റിൻ്റെ എല്ലാം ഭംഗി കാണാൻ. രാവിലെ അത്ര വലിയ ഭംഗിയൊന്നും കാണില്ല. രാത്രി ആവുമ്പോൾ ആ ലൈറ്റിൻ്റെ ഒരു ഭംഗിയാണ് ഈ ദുബായ് നഗരത്തെ ഇങ്ങനെ ഭയങ്കര ഒരു രസം, നമുക്കൊരു വർണ്ണാഭം എന്തു പറയാനെന്ന് അറിയില്ല. അത്രയും കാഴ്ചക്ക് ആസ്വാദനം തരുന്നത് ഈ ലൈറ്റുകളുടെ ഒരു വർണ്ണപ്പായിട്ടോട് കൂടിയിട്ടുള്ളതാണ്. ഇതാണ്ട് ഫാൽക്കണൊക്കെ ഉണ്ടാക്കി വെച്ചത്, അതൊക്കെ ലൈറ്റിങ്ങിൽ ഇങ്ങനെ രാത്രി കാണുമ്പോൾ നല്ല രസമാണ്.
അപ്പൊ ഇങ്ങനെ ഓരോന്നും കണ്ടും കേട്ടും ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ ആളുണ്ടാവുമ്പോ നമുക്ക് സമയം പോകുന്നേ അറിയില്ല. എപ്പോഴോ ആണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഓരോന്നോരോന്ന് കണ്ട് കയറി ഇറങ്ങിയിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിളി വന്നു. അവര് എവിടെയോ നിന്നിട്ട് ഇന്ത്യൻ പവലിയന്റെ അവിടെ നിന്നിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഇതാ ചൈനക്കാരുടെ പവലിയിൽ കയറി. ചൈനയും പാകിസ്ഥാനിലും എല്ലാറ്റിലും ഞങ്ങൾ ഒരുവിധം കയറാൻ പറ്റുന്ന പവലിയനിലും ഒക്കെ കയറിയിട്ടുണ്ട് കേട്ടാ. അപ്പോഴത്തേക്ക് ഇവര് ഇന്ത്യന്റെ പവലിയന്റെ മുമ്പിൽ നിന്നിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇന്ത്യൻ പവലിയന്റെ അവിടെ ഫുൾ സ്റ്റാള് കട, ഫുഡിന്റെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഇന്ത്യൻ പവലിന്റെ ആ സൈഡിൽ. അപ്പോൾ അവിടെ അവര് ഫുഡൊന്നും കഴിച്ചില്ല, അവര് ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവരുടെ അടുത്ത് പോയി. ഇതിപ്പോ ഇന്ത്യൻ പവലിയനാണ് കേട്ടാ. ഇന്ത്യൻ പവലിയൻ എപ്പോഴും നല്ല വെറൈറ്റി അവർ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് കേട്ടാ. നല്ല രസമുണ്ട്. എപ്പോഴും പോയാലും അങ്ങനെ തന്നെയാണ്, നല്ല രസമുള്ള ഇതാണ്. പിന്നെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു വൈബ് വേറെ തന്നെയല്ലേ. എവിടെ പോയാലും ഏത് പവലിയിൽ കയറി ഇറങ്ങിയാലും നമുക്ക് ഇന്ത്യന്റെ അകത്ത് കയറിയിട്ടൊന്ന് ഇറങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോ ഇവിടെ വന്ന് പോയവർക്കൊക്കെ അതിന് അറിയാൻ പറ്റും. ഇപ്പൊ ഇതാ അവര് കണ്ടു കിട്ടി. അപ്പൊ ഞങ്ങൾ വാങ്ങിയ ആ ഒരു ഹൽവ ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് പിടിച്ചിരുന്ന്. അപ്പൊ പിന്നെ കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുത്തു. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ പവലിന്റെ അകത്തുള്ളതാണ് കേട്ടാ. അപ്പൊ അവിടെ ഒക്കെ ഒന്ന് കയറി ഇറങ്ങി. പിന്നെ അധികം നിന്നിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് കുറേ ലേറ്റായി പോയിരുന്ന സമയം പോയത് അറിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തുനിന്നാണ്. കാരണം ഓർക്കും ഫുഡൊന്നും അത്ര അത്യാവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഒരു വയറ് ഫില്ലായി പോയിരുന്നു. എന്നാലും രാത്രി ഒന്നും കഴിക്കാണ്ട് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. അപ്പൊ ഇതാ വരുമ്പോഴത്തേക്ക് ബലൂണുകളുടെ ഒരു മലയാളിയാണ് കേട്ടോ, മലപ്പുറത്തുള്ള ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഞാൻ ഇവരെ സംസാരിച്ചിരുന്ന് ബലൂണായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിരുന്ന്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഈ പ്രാവശ്യവും എന്നെ മനസ്സിലായി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് സംസാരിച്ചിട്ട് ആ ബലൂൺ പിടിച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അതിങ്ങനെ പിടിച്ചിട്ട് അവർ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ. അപ്പോൾ പിന്നെ അതൊക്കെ പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. പേരിപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ തന്നെ അവിടെ നിന്ന് അവർ പേര് പറഞ്ഞപ്പോൾ, അവരുടെ ചാനലിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാനത് സെർച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു കൊടുത്തു. അതിൻ്റെ പേരിപ്പോൾ എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പൊ ഇപ്പൊ കണ്ടാലും എന്നെ മനസ്സിലാവും. കാരണം കഴിഞ്ഞ വർഷവും ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് ബലൂണൊക്കെ വാങ്ങിയിട്ട് സംസാരിച്ചിട്ട് വന്നതായിരുന്നു. അപ്പൊ ഇപ്പൊ വന്ന് കഴിഞ്ഞ വർഷം വന്ന് ഇത്തല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവര് ഈ ഫെസ്റ്റിവൽ ടൈമിൽ ഇങ്ങോട്ട് വരുന്നതാണ്. എല്ലാ ദിവസവും ഇവിടെ ഇല്ല, ദുബായിലില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഫെസ്റ്റിവൽ ടൈമിൽ ഇതിനായിട്ട് തന്നെ വരുന്നതാണ്. ഇത് കഴിയുമ്പോൾ അവരുടെ ഈ ഫെബ്രുവരി വരെയുള്ളൂ DSF. ഇത് കഴിയുമ്പോൾ അവരങ്ങ് നാട്ടിലോട്ട് തിരിച്ചു പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതാ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഈ തായ്ലൻഡിലൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും. ഈ നമ്മുടെ ബോട്ടിൻ്റെ അകത്ത് അവര് കച്ചവടം ചെയ്യുന്നതാണ്. അപ്പൊ അത് ഇവര് ആ ഒരു വെള്ളത്തിൽ ബോട്ട് പോലെ ആക്കിയിട്ട് അങ്ങനെ അവിടെ സൈഡിൽ ഇരുന്ന് കഴിക്കാനും സ്ഥലമുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ആ സൈഡിലോട്ടോട്ട് അങ്ങ് ഇറങ്ങി. ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇങ്ങനെ ആ ഒരു കാഴ്ചക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഇതാകുമ്പോഴത്തേക്ക് കല്ലുമുക്കായി ഇങ്ങനെ ഓരോ വെറൈറ്റി ചീസിലും സ്പൈസിയിലും പിന്നെ ഓരോ മസാലയിലും അവരിങ്ങനെ കല്ലുമുക്കായി ഇങ്ങനെ വെച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ട് അവർ ഗ്രില്ല് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും വാങ്ങി കഴിക്കുന്നുണ്ട്. പക്ഷെ കഴിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു മസാലകളും ഇതൊക്കെ വേറെ ഒന്നല്ലേ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു വന്നിട്ട് ഇവിടെ ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ദേവയിലേക്ക് വന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുവിധം ഹോട്ടലൊക്കെ നമുക്ക് വേണ്ട ഫുഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾ കറാമയിലേക്ക് തന്നെ തിരിച്ചു. അവിടുത്തെ ഒരു ഹോട്ടലിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തക്കോലം എന്ന എന്തോ ഒരു റെസ്റ്റോറൻറ്റ്, നല്ല റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടാണ് പിന്നെ പോയത്, കറാമയിലേക്ക്.
അവിടെ ആവശ്യത്തിന് അപ്പോഴത്തേക്ക് അവിടുത്തെ ഫുഡ് നല്ല വെറൈറ്റി ഫുഡൊക്കെ, അവിടുത്തെ ടേസ്റ്റി ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടറിഞ്ഞ ഫുഡുകളൊക്കെ അവിടുന്ന് കഴിഞ്ഞു പോയിരുന്നു. ടൈം ഒരുപാട് ലേറ്റ് ആയല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ ഉള്ള ഫുഡ് എന്താണോ അതൊക്കെ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് മീൻ കറിയും പുട്ടും പിന്നെ എന്താണ് കപ്പയും ബീഫും, പാൽക്കപ്പയില്ലേ, പാൽക്കപ്പയും ബീഫും പിന്നെ മീൻ ഫ്രൈയോ അങ്ങനത്തെ ഒക്കെ ഉള്ളത് അവിടെ ഉള്ളത് ഞങ്ങൾ ഓർഡർ ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടൊക്കെ അങ്ങ് കഴിച്ചു. ടേസ്റ്റി ആയിരുന്നു, കുഴപ്പമില്ല, നല്ല ഫുഡൊക്കെ തന്നെ ആയിരുന്നു തക്കോലത്തിലേത്. പക്ഷെ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നമ്മൾ കഴിക്കാനായിട്ട് പോയ ഒരു ഐറ്റംസ് ഒന്നും അങ്ങനെ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് വേണ്ട പാൽക്കപ്പയിൽ ബീഫും ഒക്കെ ഇട്ടിട്ട് നല്ല ചമ്മന്തിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ഒക്കെ ആയിരുന്നു. ഞങ്ങളൊക്കെ അതൊക്കെ കഴിച്ചു. പിന്നെ അപ്പമൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ പുട്ടുണ്ടായിരുന്നു, പുട്ടും എല്ലാം കൂട്ടിയിട്ട് എല്ലാവരും ഒന്നിച്ച് കുറച്ച് വാങ്ങിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് അങ്ങ് കഴിച്ചുട്ടാ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാരും കൂടി ഒത്തുകൂടുമ്പോൾ നല്ലൊരു വൈബാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള പുതിയ വെറൈറ്റി വീഡിയോകളായിട്ട് ഞാൻ പിന്നെ വീണ്ടും വരാം. അപ്പോ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോകളാണ് വേണ്ടത് എന്നുകൂടി അറിയിക്കുകയാണെങ്കിൽ ആ വീഡിയോസും കൂടി ഞാൻ വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.